ഹായ് ഗൈസ്, നിന്റെ കുടുംബക്കാരെ കല്യാണം കൂടാൻ വേണ്ടി വന്നു. അതിന്റെ അവിടുന്ന് ഈ സാധനത്തിന് ഞാൻ കണ്ടു. നിന്റെ ഒപ്പം കോളേജ് പഠിച്ചിട്ട് ചെങ്ങാഴ്ചയാ. ഓളമ്മി വർത്താനം പറയണ എന്റെ അമ്മാനോട്. പച്ച ഡ്രസ് ഇട്ടാണ് ഓളമ്മ, ചുമപ്പ് ഡ്രസ് ഇട്ട് എന്റെ അമ്മി. കല്യാണ ചെക്കനാണെങ്കിൽ എന്റെ കസിനാണ്. അത് ഓളും കുടുംബമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങൾ കുടുംബക്കാരാണ്. ഇതാണ് വരനും വധു. സൽസ്വഭാവിയാണെന്ന് പറയാൻ മറന്നു. ഈ പച്ചട്ടോളിന്റെ സ്വന്തം താത്ത. ഇതാണ് എന്റെ ഫാമിലി. ഞാൻ രണ്ടാനിയനും ഒരു താത്ത, പിന്നെ പിമ്മി. എന്റെ ഫാമിലിയിലും കുടുംബക്കാരുടെ ഇടയിലൊക്കെ ഞാൻ ഒരു ഇൻവെർട്ടർ ആണ്. പക്ഷെ പെര വിട്ടിറങ്ങിയ പഞ്ചായത്തിൽ ഇന്റെ അത്ര വലിയ മോട്ടർ ഉണ്ടാവും. ഇവനും ഇന്നെ പറഞ്ഞ മരിയ കുടുംബക്കാരുടെ ഇൻവെർട്ടർ ആണ്. കണ്ടിലോന്റെ മൊത്തത്തെ നാണം. ഇതാണ് എന്റെ മൂത്താപ്പാന്റെ ബിരിയാണി നാട് മൊത്തം ഫേമസ് ആ. മർഹബ ബിരിയാണി. അകമ്പാടത്ത് ഹോട്ടലും ഉണ്ട്, പിന്നെ കാറ്ററിംഗ് സർവീസും ഉണ്ട്. ഇതാണ് എന്റെ ഉപ്പാന്റെ മൂത്താപ്പാന്റെ മുടി കണ്ടില്ല നിങ്ങള്. കടൂരന്മാരെ പാരമ്പര്യമാണെങ്കിൽ ഞാനും ആ പ്രായത്തിൽ കഷണ്ടിയാവും. ടെൻഷൻ ആയല്ലോ. സ്റ്റേജ് നല്ല ഡാൻസും പരിപാടി കണക്ക്. ഞാനാണെങ്കിൽ ഫാമിലി ഇൻട്രോവേർട്ടറായി പോകും, അല്ലെങ്കിൽ ഡാൻസ് ഒന്നും കാട്ടി കൊടുക്കും. ഇതാണ് എന്റെ കസിനോളെ 3 ട്രോഫികളെ ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ്. ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ എത്തി. ചെക്കന്മാരപ്പ അങ്ങാടിയിൽ ഇരുന്നപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടത്. ഒറ്റ ഓട്ടത്തിൽ ക്രഷ് അടിച്ചു. അപ്പൊ തന്നെ പറഞ്ഞ പൈസ പൊക്കി. മേത്തിട്ടപ്പോ എന്താ രസം. കണ്ട ജെയ്സിന്റെ ലുക്കാണ് ടീഷർട്ടാണ്. ഞാനൊന്ന് ഇട്ടോക്കട്ടെ വാങ്ങിട്ടതാ. തോന്നൊക്കെ കിട്ടൂല. എന്നിട്ട് അവന്റെ വിട്ട ടീഷർട്ട് എന്താണ് പറഞ്ഞു, ഇത് കുറച്ചേരം ഇട്ടോ. എന്നിട്ട് അവിടുന്ന് നേരെ വിട്ട സെവൻസ് കാണാൻ. ഓഫ് സീസണിൽ ഏത് സെവൻസ് നേക്കാലോ ആലോചിച്ചു. ഇത് കുറച്ച് മുന്നേ നടന്ന കഥയില്ലാത്ത കഥകളാണ്. അതിന്റെ ഇടയിൽ കുറച്ച് തിരക്കപ്പെട്ടു. ഇപ്പോൾ എഡിറ്റ് ചെയ്തുണ്ടാക്കി. ഇവിടെ വന്നപ്പോ ഇവിടെ നമ്മൾ യങ് ഫൈറ്റേഴ്സിന്റെ യോധാന്റെ എല്ലാ മഞ്ഞളും ഉണ്ടല്ലോ. ആ പോണ് ചിക്കുട്ടോ. ഓനത് കുറവായി. നമ്മള് ടീഷർട്ട് ഓനെ കജ്ജും കാലും പിടിച്ച് വാങ്ങിട്ടോ. തെരണ്ട ചെങ്ങായി. ഈ ചെങ്ങാണ് ഇങ്ങനെ വലുതും. ഓൻ അടിപൊളി ഗോളി കീപ്പറാണ്. മറ്റേതാണ് മറിച്ചതാണ്. ഓലക്കന്റെ മൂടാണ്. അടുത്ത സീസണിൽ നിങ്ങളെ നാട്ടിൽ കീപ്പർ ആണെങ്കിൽ ഓനെ വിളിച്ചാൽ മറന്നു. അപ്പൊ നാളെ കാണാം. ഓക്കെ ബൈ.